കോട്ടയം പൂഞ്ഞാർ പഞ്ചായത്തിൽ UDF ഭരണസമിതി താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിടാൻ നോട്ടീസ് അയച്ചത് 2 തവണ. ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറും ഓഫീസ് അസിസ്റ്റന്റുമായ ഷൈൻ ടോമിനെയാണ് പിരിച്ചുവിട്ടത്. എന്നാൽ 15 ദിവസത്തെ നോട്ടീസ് നൽകണമെന്ന നിർദ്ദേശം പാലിക്കാതെയാണ് നടപടിയെന്ന് ഷൈൻ ആരോപിക്കുന്നു. 7.5 വർഷമായി ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഷൈൻ. പുതിയ ഭരണസമിതിയുടെ ആദ്യ കമ്മിറ്റിക്ക് പിന്നാലെ പിരിച്ചുവിട്ടതായി ഇദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചു. ഇതിനെതിരായി ഷൈൻ ട്രൈബ്യൂണലിനെ സമീപിച്ചു. പുതിയ ആളെ കണ്ടെത്തുന്നതുവരെ തുടരാൻ അനുവദിച്ചെങ്കിലും ഭരണസമിതി വഴങ്ങിയില്ല. വീണ്ടും പരാതിയുമായി ഷൈൻ മുന്നോട്ടു പോയതോടെ വാഹനം തകരാറിലാണെന്ന് കാണിച്ച് വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. വാഹനത്തിന്റെ കേടുപാടുകൾ പരിഹരിച്ചിട്ടും തിരികെ എടുക്കാതെ തന്നോട് വിരോധം തീർക്കുകയാണെന്ന് ഷൈൻ ആരോപിക്കുന്നു. ഇപ്രാവശ്യം UDFിൻ്റെ പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞപ്പോൾ ജനുവരി 12-ാം തീയതി കമ്മിറ്റി കൂടിയിട്ട് ആ കമ്മിറ്റിയിൽ എന്നെ പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ജനുവരി 13-ാം തീയതി തന്നെ എനിക്ക് ഒരു ലെറ്റർ തന്നു, പിരിച്ചു വിട്ടേക്കുന്നതായിട്ടും അതുപോലെ തന്നെ വണ്ടിയുടെ താക്കോലും സാധനങ്ങളും തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞ് സെക്രട്ടറി ലെറ്റർ തന്നു. അപ്പോൾ ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട ട്രൈബ്യൂണലിൽ പോവുകയുണ്ടായി. അന്നേരം നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ എന്നെ ജോലിക്ക് എടുക്കണം എന്ന് വിധി വന്നപ്പോൾ പഞ്ചായത്ത് വാഹനം പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തെള്ളകത്ത് കമ്പനി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടേക്കുക. അത് ഇലക്ഷനൊക്കെ മുമ്പ് ഇപ്പോൾ ഒരു 2 മാസം ആറായി കാണാം. ഇപ്പോൾ വണ്ടി അവിടെ തന്നെ കിടക്കുകയാണ്. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ താൽക്കാലിക ഡ്രൈവറെ മാറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നോട്ടീസ് നൽകാതെയുള്ള നടപടി തൊഴിലാളി വിരുദ്ധമാണെന്നാണ് CPIMന്റെ നിലപാട്. UDF ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം 7.5 വർഷം ജോലി ചെയ്തിരുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ തൊഴിലാളി വിരുദ്ധ നയം സ്വീകരിച്ചുകൊണ്ട് UDF രാഷ്ട്രീയ പ്രതികാരപരമായി അദ്ദേഹത്തെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുകയാണുണ്ടായത്. ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുന്നതിന് മുമ്പായി 15 ദിവസങ്ങൾക്ക് മുമ്പ് ആ തൊഴിലാളിക്ക് ഒരു നോട്ടീസ് കൊടുക്കണമെന്ന കേവല മര്യാദ പോലും ഈ ഭരണസമിതി നടപ്പിലാക്കിയിട്ടില്ല. അതേസമയം പിരിച്ചുവിട്ട നടപടി സ്വാഭാവികം മാത്രമാണെന്നാണ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പുത്തൻ കൈപ്പുഴയുടെ നിലപാട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.